PSC പരീക്ഷകൾക്കും സ്കൂൾ ക്വിസ് മത്സരങ്ങൾക്കും വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിറ്റിൽ ബോയ് എന്ന ബോംബിൻ്റെ ഭാരം എത്ര കിലോഗ്രാമാണ്? ലിറ്റിൽ ബോയ് എന്ന ബോംബിൻ്റെ ഭാരം എത്ര കിലോഗ്രാമാണ്? ഉത്തരം 4 ടൺ. ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം ഏതാണ്? ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം ഏതാണ്? ഉത്തരം യുറേനിയം. ഹിരോഷിമയിൽ ബോംബിങ്ങിന് നേതൃത്വം നൽകിയത് ആരാണ്? ഹിരോഷിമയിൽ ബോംബിങ്ങിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കേണൽ ടിബറ്റ്സ്. ഫാറ്റ്മാൻ എന്ന ബോംബിൻ്റെ ഭാരം എത്ര? ഫാറ്റ്മാൻ എന്ന ബോംബിൻ്റെ ഭാരം എത്ര? ഉത്തരം 4.63 ടൺ. ഫാറ്റ്മാൻ ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏതാണ്? ഫാറ്റ്മാൻ എന്ന ബോംബിൽ ഉപയോഗിച്ച മൂലകം ഏതാണ്? ഉത്തരം പ്ലൂട്ടോണിയം. ഫാറ്റ്മാൻ ബോംബിങ്ങിന് നേതൃത്വം നൽകിയത് ആര്? ഫാറ്റ്മാൻ ബോംബിങ്ങിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കേണൽ സ്വീനി. അണുബോംബിൻ്റെ കണ്ടുപിടുത്തത്തിന് വഴിത്തിരിവായ സിദ്ധാന്തം ഏതാണ്? അണുബോംബിൻ്റെ കണ്ടുപിടുത്തത്തിന് വഴിത്തിരിവായ സിദ്ധാന്തം ഏതാണ്? ഉത്തരം E=mc². E=mc² എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? E=mc² എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ. അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചതെന്ന്? അമേരിക്ക ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചതെന്ന്? ഉത്തരം 1945 ജൂലൈ 16. ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട യുദ്ധം ഏതാണ്? ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട യുദ്ധം ഏതാണ്? ഉത്തരം രണ്ടാം ലോകമഹായുദ്ധം. ഏത് ലോകയുദ്ധത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത്? ഏത് ലോകയുദ്ധത്തിന് ശേഷമാണ് ഐക്യരാഷ്ട്ര സംഘടന UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത്? ഉത്തരം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം. ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? ഉത്തരം ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം അമേരിക്കയിലെ ന്യൂയോർക്കിൽ. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹാരി എസ് ട്രൂമാൻ. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലയളവ് ഏതാണ്? രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലയളവ്? ഉത്തരം 1939 മുതൽ 1945 വരെ. 1939 മുതൽ 1945 വരെ. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും അവതരിപ്പിക്കപ്പെട്ട പുസ്തകം ഏതാണ്? രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും അവതരിപ്പിക്കപ്പെട്ട പുസ്തകം ഏതാണ്? ഉത്തരം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച അമേരിക്കയുടെ B-29 യുദ്ധവിമാനത്തിൻ്റെ ലക്ഷ്യം എവിടെയായിരുന്നു? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച അമേരിക്കയുടെ B-29 യുദ്ധവിമാനത്തിൻ്റെ ലക്ഷ്യം എവിടെയായിരുന്നു? ഉത്തരം അയോയ് പാലം. ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ആറ്റം ബോംബ് ഏതാണ്? ഉത്തരം ദ ഗാഡ്ജറ്റ്. ലോകത്തിലാദ്യമായി അണുബോംബിൻ്റെ പരീക്ഷണം നടന്ന സ്ഥലം ഏതാണ്? ലോകത്തിലാദ്യമായി അണുബോംബിൻ്റെ പരീക്ഷണം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ന്യൂ മെക്സിക്കോയിലെ അലമോഗാഡോ.
ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തതാര്? ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് രൂപകൽപ്പന ചെയ്തതാര്? ഉത്തരം കെൻസോ ടാംഗെ. അമേരിക്ക അണുബോംബ് പരീക്ഷണത്തിന് ഇട്ടിരുന്ന രഹസ്യ പേരെന്ത്? അമേരിക്ക അണുബോംബ് പരീക്ഷണത്തിന് ഇട്ടിരുന്ന രഹസ്യ പേരെന്ത്? ഉത്തരം മാൻഹാട്ടൻ പദ്ധതി. മാൻഹാട്ടൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? മാൻഹാട്ടൻ പദ്ധതിയുടെ തലവൻ ആരായിരുന്നു? ഉത്തരം റോബർട്ട് ഓപ്പൺഹൈമർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഹിരോഹിറ്റോ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം വിരിഞ്ഞ ആദ്യ പുഷ്പം ഏത്? ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം വിരിഞ്ഞ ആദ്യ പുഷ്പം ഏത്? ഉത്തരം ഓലിയാണ്ടർ പുഷ്പം.